ഹലോ കൂട്ടുകാരി, അങ്ങനെ നമ്മളെ ഡൽഹിയിൽ നിന്ന് ഇന്ന് UP മുറാദാബാദിലേക്ക് പോകാനുള്ള പരിപാടി ഉണ്ടാ നമ്മളെ അലിയുടെ കല്യാണത്തിന് വേണ്ടിയിട്ട്. അപ്പോഴാണ് നമ്മൾ രാവിലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നോക്കി. ഇന്നലെ അറിഞ്ഞു അവിടെ മീറ്റൊന്നും ഇപ്പോൾ അനുവദനീയമല്ല ഡൽഹിയിലും UPയിലും ഒന്നും. എന്താ വെച്ചാൽ നവരാത്രി അനുബന്ധിച്ച് 8 ദിവസം മുടക്കണം. അപ്പോൾ നമ്മൾ കാലത്ത് ഇഡ്ഡലിയും വടയും ഒക്കെ കഴിച്ചിട്ട് മുറാദാബാദിലേക്കുള്ള ബസ്സിൽ കയറി. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ യാത്രയാണ്. ഒരു 3 മണിക്കൂറോളം വേണം അവിടേക്ക് എത്താൻ. ഇനി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് ആവാം. അതിൻ്റെ ഇടയിലാണ് കേട്ടോ നമ്മളൊരു സ്ഥലത്ത് നിർത്തിയപ്പോൾ ഒരു പഞ്ചാബി ഹോട്ടൽ, അതിൻ്റെ ഭാഗത്ത് നമ്മളവിടെ നിന്ന് കാണാത്ത കഞ്ചാവിൻ്റെ ചെടിയൊക്കെ കാണാനിടയായി. അലിയുടെ വീട്ടിലേക്ക് പോകണ്ട, അലിയുടെ കല്യാണം അടിച്ചു പൊളിക്കാൻ. കേരളം തന്നെ കേട്ടോ. അതിലൊരു സംശയമില്ല. എന്താ വെച്ചാല് ഈ ബീഫിൻ്റെ കാര്യത്തിലും അല്ലെങ്കിൽ ഇറച്ചിയുടെ കാര്യത്തിലും ഒക്കെ, ചിക്കൻ എന്നല്ല ഇറച്ചി നമുക്ക് ഒന്ന് കഴിക്കണം തോന്നി. ഇവിടെ കഴിക്കാൻ പാടില്ല എന്നാണ് പറയണത്. അതൊക്കെ നമുക്കൊരു എന്താ പറയാ, നമ്മുടെ കേരളത്തിലൊന്നും അങ്ങനെയല്ല. ഇല്ലല്ലോ. പിന്നെ എടുത്തു പറയാനുള്ളത് അലിബായിയുടെ വീട്ടിലെത്തി. അതൊരു വൈബ് വേറെ തന്നെയായിരുന്നു. എല്ലാവരും നമ്മളോട് അത്രയും സ്നേഹമുള്ള ആൾക്കാർ. ഞങ്ങൾ അടിച്ചു പൊളിച്ചു, എൻജോയ് ചെയ്തു എന്ന് പറഞ്ഞാൽ എൻജോയ് ചെയ്തു. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങൾ നമുക്ക് അലിബായിയുടെ കല്യാണത്തിൻ്റെ വിശേഷങ്ങളിലേക്കുള്ള വീഡിയോസ് ഉണ്ടാകും. അപ്പോൾ നിങ്ങളെല്ലാവരും കാണണം. മസ്റ്റ് വാച്ച്. ഓക്കെ, ഞങ്ങൾ പോയി അടിച്ച് പൊളിച്ചു എന്ന് തന്നെ പറയാം. ഓക്കെ, ഇനി നമുക്ക് അലിബായിയുടെ വീടും കാര്യങ്ങളും എല്ലാം നമുക്ക് കാണാം. പിന്നെ അലിബായിയുടെ കല്യാണം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണം കൂടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ തലേ ദിവസത്തെ പരിപാടികളും എല്ലാം ഉണ്ട്. മെഹന്തി എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. നമുക്ക് എല്ലാം കാണാം. ഞാൻ വീഡിയോ ഉണ്ട്. പിന്നെ ഈ അലിബായിയുടെ പെങ്ങൾക്ക് കൊടുക്കുന്ന സാധനങ്ങൾ നമ്മൾ കണ്ട ഞെട്ടും. നമ്മുടെ നാട്ടിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു സംവിധാനമാണ് ഇവിടെ. എന്താ വെച്ചാൽ അവർക്ക് വേണ്ട എല്ലാ സാധനങ്ങളും, വണ്ടി, പിന്നെ എന്തൊക്കെ വേണം, കട്ടില്, ഇതൊക്കെ കൊടുക്കണ്. അത് കൂടാണ്ട് ആഭരണങ്ങളും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ കാണുക, എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയാം. ഞങ്ങളെന്തെങ്കിലും ആസ്വദിച്ചു. ഞങ്ങൾക്കുള്ള ഫുഡാണ് ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ആ ഫുഡ് ആസ്വദിച്ച് തന്നെ കഴിച്ചു. നെയ്ച്ചോറില്ലേ, നെയ്ച്ചോറും ബീഫ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ പരിപ്പ് കറി, പരിപ്പായിട്ട് വെച്ചെടുക്കുക. അതിന് വേറെ വൈപ്പുണ്ട് കേട്ടോ. ഞങ്ങളൊക്കെ ആസ്വദിച്ച് കഴിച്ചു. അപ്പോൾ സൂപ്പറാണ് കണ്ടോ. നെയ്ച്ചോറാണ് ഈ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. അടിപൊളിയാണ്, സൂപ്പറാണ്. പിന്നെ അലിബായിയുടെ വീടിൻ്റെ മുകളിൽ നിന്നുള്ള ആ വ്യൂ കണ്ടോ നിങ്ങൾ? 3 നില ഉണ്ടോ? 3 നില. നോക്ക്, അടിപൊളിയാണ്. അലിബായിനെ കണ്ടു, സൂപ്പർ. ഇന്നിവിടെ ഹൽദി കല്യാണം ഉണ്ട്. അതിന് വേണ്ടിയിട്ട് ഒരുക്കിയുള്ള സ്ഥലത്തോ അലിയുടെ. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ആ സംഗതി. അലിബായിയുടെ അലിബായിയുടെ സിസ്റ്റർക്ക് കൊടുക്കാൻ വേണ്ടി ഇവർ എന്തൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ടെന്നുള്ളത് നമുക്ക് കാണാം. ഈ ഫംഗ്ഷൻ നടക്കാൻ വേണ്ടി സ്ഥലം ഇട്ടപ്പത് അലിബായിയുടെ വീടിൻ്റെ 2 വീടപ്പുറം എന്തൊക്കെ ഇവർ കൊടുക്കുന്നുണ്ടെന്നുള്ളത് ഞാൻ പറയണില്ല. നിങ്ങൾക്ക് ഞാൻ വീഡിയോ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. അതിന് നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക.
അത് കൂടാണ്ട് 10 പവനും കൊടുക്കുന്നുണ്ട്. ആ 10 പവൻ ഇവിടെ അവർ കാണിച്ചിട്ടില്ല എന്നുള്ളൂ. ഇതിലെന്തൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ. വണ്ടിയുണ്ട്, ഫ്രിഡ്ജുണ്ട്, എയർ കൂളറുണ്ട്, കട്ടിലുണ്ട്, ഇടാനുള്ള ഡ്രസ്സൊക്കെ ഉണ്ട്, ഓർണമെൻറ്റ്സ് സൂക്ഷിക്കാൻ വേറെ, ഡ്രസ്സ് സൂക്ഷിക്കാൻ വേറെ അലമാരീസ് ഉണ്ട്. ഈ സാധനങ്ങളൊക്കെ ഇവിടുത്തെ ആചാരം അങ്ങനെയാണ്. കണ്ടോ? അപ്പം നമ്മൾ ഇതുകൂടെയും കാണണം. വ്യത്യസ്തമായ കുറേ ആചാരങ്ങളും സംവിധാനങ്ങളൊക്കെ ഉണ്ട്. നമ്മളെ ഇന്ത്യ എന്ന് പറഞ്ഞാൽ തന്നെ വൈവിധ്യങ്ങളുടെ നാടല്ലേ. അപ്പോൾ അത് നോക്ക്, ഈ സെറ്റൊക്കെ കൊടുക്കാനുള്ളതാ, അതുകൊണ്ട് വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. അതാണ് അതിൻ്റെ രസം. ഒരു വീട്ടിലേക്ക് വേണ്ട എന്തൊക്കെ വേണം ഇതൊക്കെ ഉണ്ട് അവിടെ. ഇത് കൊടുക്കാനായിട്ടാണ്. ആ വണ്ടി കണ്ട അപ്പാച്ചന്, ആ വണ്ടിക്ക് തന്നെ മര്യാദ വില ഉണ്ട്. അപ്പോൾ എല്ലാം എന്താ പറയുക, ഒരു ഇതിലാണ്ട് നീങ്ങണ്. പിന്നെ ഇനി ഫുഡിൻ്റെ കാര്യം ഇനി വിട്ടണ്ട. നല്ല നെയ്ച്ചോറും ബീഫ് കറി, അതും പരിപ്പിട്ട് വെച്ച ബീഫ് കറി നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ ഈ പരിപാടി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചു, ഇതോടെ ഫുഡ് കഴിഞ്ഞു. ഫുഡ് കഴിയണില്ല, ഇനി ഫ്രൂട്ട്സും ഒക്കെ ആയിട്ട് വേറെ ഒരു പരിപാടി ഉണ്ട്. ഇവരെ ഫുഡ് തന്ന് കൊല്ലുന്നു തോന്നുന്നു. അത്രയും ഫുഡിൻ്റെ കാര്യത്തിൽ സംശയമല്ല. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. കണ്ട മനസ്സിലൊക്കെ വാരിയിട്ടുണ്ടാ, അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. അപ്പം ഞങ്ങളൊക്കെ അത്രയ്ക്ക് എൻജോയ് ചെയ്തു. ഇനി മെഹന്തിയിലെയും മറ്റേ കല്യാണ വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ ഉണ്ട്, അതിൽ ഞാൻ വരുന്നു. ഇതിപ്പോൾ നമ്മൾ മൊറാദാബാദിൽ ഉള്ള വീഡിയോ ആണ്. അടിപൊളിയാണ് കേട്ടോ. നിങ്ങളൊക്കെ കാണേണ്ട വീടാണ്. അലിബായിയുടെ വീടാണ് ഈ കാണുന്നത്. ഓക്കെ, അലിബായി കണ്ട എന്താല്ലേ ക്യൂട്ട്. എപ്പോഴും നമ്മൾ വിചാരിക്കും 18 വയസ്സ് കഴിഞ്ഞിട്ടില്ലാന്ന്. ഓക്കെ, എൻജോയ് ആൻഡ് സപ്പോർട്ട്. എല്ലാവരും വീഡിയോ കാണുക, നിങ്ങളുടെ കമൻറ്റുകളൊക്കെ അറിയിക്കുക.